ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗാഥ വീണ്ടും സിതാരയോട് തനിക്ക് ഒരു അവസരം കൂടി തരണമെന്നൊക്കെയാണ് അപേക്ഷിക്കുന്നത്. ഇന്നൊരു രാത്രി കൂടി അമ്മ എനിക്കൊരു അവസരം താ, നാളെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞാൻ നവീന്റെ കൂടെ ഉണ്ടാവുമെന്നും ഇനി ഒരിക്കലും നവീന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കുകയില്ല എന്നും ഗാഥ വീണ്ടും സിതാരയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. സിതാര തൽക്കാലത്തേക്കൊന്നും മിണ്ടാനാകാതെ ആകെ തകർന്നിരിക്കുമ്പോൾ ഇനിയും ഒരിക്കൽ കൂടി ഒരവസരം കൂടി, ഇതോടെ ഞാൻ എല്ലാം ശരിയാക്കിക്കോളാമെന്ന് ഗാഥ ഉറപ്പ് നൽകുമ്പോൾ ശരിയെന്ന് മനസ്സല്ല മനസ്സോടെ സിതാര തലകുലുക്കുന്നു. അതിനുശേഷം സിതാരയെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവിടെ കളരിക്കല് മറ്റൊരു തീരുമാനം എടുക്കുകയായിരുന്നു നന്ദഗോപൻ. നന്ദൻ തന്റെ അലമാരിയിൽ വെച്ചിരുന്ന ആ ഡിവോഴ്സ് പേപ്പർ കയ്യിലേക്ക് എടുത്തതും ആ ആപ്ലിക്കേഷൻ ഫോം കയ്യിലെടുത്തതും അരികിലേക്ക് എത്തിയ സുമിത്ര ചോദിച്ചു, ഇതെന്താ തന്തേട്ടാ, ഇതെന്തിനാ എന്ന് ചോദിച്ചു. ഇനി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, വെട്ടിമുറിക്കേണ്ടത് എന്തായാലും വെട്ടിമുറിച്ചേ പറ്റൂ. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാണ് നമ്മളെല്ലാവരും വെറും കോമാളികളെ പോലെ ഇങ്ങനെ ഇതിനു മുന്നിൽ ഇങ്ങനെ താളം തുള്ളി നിൽക്കുക. അതുകൊണ്ട് ഇനി എന്തായാലും ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞ് നന്ദൻ ആ ഡിവോഴ്സ് പേപ്പർ സുമിത്രയെ കാട്ടുന്നു. അയ്യോ നന്ദേട്ടാ, ഇതിപ്പോ വേണോ എന്ന് ചോദിച്ചതും ഉടനെ നന്ദൻ പറഞ്ഞു, ശരി അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം. സുമിത്ര, നിന്റെ മകന്റെ ജീവിതം എന്ന് ശരിയാകുമെന്ന്, എന്ന് അവന് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ? എല്ലാ രീതിയിലും ആ ഗാഥ നമ്മുടെ മോന് യോജിച്ചവളാണെന്ന് തനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാനാകാതെ തല കുനിച്ച് നിൽക്കുകയാണ് സുമിത്ര. അതൊക്കെ പോട്ടെ, നമ്മുടെ മോന്റെ ഭാഗം നോക്കണ്ട, നമ്മുടെ ചിന്ത നമുക്ക് തന്നെ നോക്കാം. നമ്മൾ പരസ്പരം ഇങ്ങനെ ഒരു മരുമകളെയാണോ പ്രതീക്ഷിച്ചിരുന്നത്? നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാണ്. അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങളും അവളെ എങ്ങനെ നോക്കണമെന്നും എങ്ങനെ അവളെ സ്നേഹിക്കണമെന്നും ഒക്കെ നമ്മൾ എത്രയോ സ്വപ്നം കണ്ടു. നമ്മുടെ മോന് ജനിക്കുന്ന കുഞ്ഞിനെ ഇടാനുള്ള പേര് വരെ നമ്മൾ നിശ്ചയിച്ചതല്ലേ? എന്നിട്ടോ നമ്മുടെ ഏതെങ്കിലും സ്വപ്നം സഫലമായോ? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചോ എന്ന് നന്ദൻ സുമിത്രയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഇനി ഇങ്ങനെ കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ, താൻ വന്നേ എത്രയും വേഗം തന്നെ ഈ പേപ്പറിൽ നവീനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ് നന്ദൻ ബഹളം വെച്ച് വേഗം ആ ഡിവോഴ്സ് പേപ്പറുമായി നവീന്റെ അരികിലേക്ക് എത്തി. നവീനാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അരികിലേക്ക് വന്ന നന്ദൻ പറഞ്ഞു, മോനെ ഇനിയും നീ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിന് ഒരർത്ഥം വേണം. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ മുന്നോട്ട് പോവുക? ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് പറഞ്ഞ് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണോ? ഇനിയും ഇത് കാത്തു നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് നിന്റെ ജീവിതമാണെങ്കിൽ പോലും അതിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ട് വേദനിക്കുന്നവരാണ് നിന്റെ ചുറ്റുപാടുമുള്ള ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് ഇനി ഈ സങ്കടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കാവില്ല, ഇത് സഹിക്കാനുമാവില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എത്രയും വേഗം ഈ പേപ്പറിൽ നീ സൈൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആ ഡിവോഴ്സ് പേപ്പർ നവീന് നേരെ നീട്ടു. എല്ലാം കേട്ടതിന് ശേഷം നവീൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ, എല്ലാവരും സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഞാനാണ് അനുഭവിക്കുന്നതെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നിങ്ങൾ എല്ലാവരുമാണെന്ന് എനിക്കറിയാം. എന്റെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് എന്റെ നന്മ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നും എനിക്കറിയാം. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകണമല്ലോ. നിങ്ങളുടെ സമാധാനം കൂടി ഞാൻ ചിന്തിക്കേണ്ടതല്ലേ എന്ന് നവീൻ ചോദിച്ചു. എന്നാൽ എത്രയും വേഗം മോൻ ഈ പേപ്പറിൽ സൈൻ ചെയ്തതെന്ന് പറഞ്ഞ് നന്ദൻ ആ ഡിവോഴ്സ് പേപ്പർ നവീന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. നവീൻ അതിലേക്ക് സൈൻ ചെയ്യാനായി തയ്യാറെടുത്ത് പേപ്പറിലേക്ക് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ നവീനെ തേടിയെത്തണം. ഗാഥയുടെ ഫോൺ കോൾ വന്നതും ഫോൺ എടുത്ത് നോക്കിയിട്ട് നവീൻ പറഞ്ഞു, കണ്ടില്ലേ അച്ഛാ, ഗാഥയാ വിളിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല, ഞങ്ങളെ തമ്മിൽ പിരിയാൻ പാടില്ല എന്ന ഈശ്വര നിശ്ചയം അതുപോലെ തന്നെ ഉള്ളത് കൊണ്ടല്ലേ അച്ഛാ കൃത്യസമയത്ത് ഗാഥയുടെ ഫോൺ കോൾ വന്നതെന്നുള്ള നവീന്റെ ചോദ്യം കേട്ട് ഉടനെ നന്ദൻ പറഞ്ഞു, ശരി, ഇവൻ എത്രയായാലും നന്നാവാൻ പോകുന്നില്ല. സുമിത്രേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ വീണ്ടും ഫോൺ എടുക്കുന്നു എന്ന് പറഞ്ഞതും മോനെ നീ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് എന്നതായിരുന്നു സുമിത്രയുടെ മറുപടി. ഉടനെ ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കഴിയുമ്പോഴേക്കും ഗാഥയുടെ വാക്കുകളെല്ലാം കേട്ട് നവീൻ പറഞ്ഞു, ശരി, ഞാനിപ്പോ എത്താം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ അവൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നതാണ് ഗാഥയുടെ ആവശ്യമെന്ന് നവീൻ അച്ഛനോടും അമ്മയോടും അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് നന്ദൻ പറഞ്ഞു, സുമിത്രേ, ഇനി ഒരു കാര്യം ഞാൻ സ്പഷ്ടമായിട്ട് പറയാം. ഇവനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ, ഇവൻ എന്തെങ്കിലും നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് താൻ കളഞ്ഞേക്ക്. ഇവൻ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും ഇവൻ നന്നാകുമെന്നായിരുന്നല്ലോ നമ്മുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇവൻ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വേഗം അങ്ങ് ചെല്ലുക, ഒന്നും അറിയാത്ത ഒരു മണ്ടനെ പോലെ. എന്നിട്ട് അവൾ പറയുന്ന ആ കെട്ടുകഥകളെല്ലാം വിശ്വസിക്കുക. എന്നിട്ട് അതിനെ തലകുലുക്കി മറ്റൊന്നും ചിന്തിക്കാതെ വെള്ളം വിഴുങ്ങുന്നത് പോലെ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങി വിടുക.
അതെ, നിന്റെ ജന്മോദ്ദേശം എന്താണെന്നുള്ളത് നീ കൂടുതൽ വ്യക്തമാക്കിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുന്നു. ഇവനെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ സുമിത്ര തന്റെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം താൻ കളഞ്ഞേക്ക്. അതൊന്നും ഒരു കാലത്തുനിന്ന് നടക്കാനും പോകുന്നില്ല, ഇവൻ നന്നാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കേട്ടു നിൽക്കുന്ന നവീൻ സങ്കടത്തോടെ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛന് വല്ലാത്ത വിഷമമുണ്ടല്ലേ? അച്ഛന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞതും, ഞാൻ ചെയ്തത് ശരിയല്ലേ അമ്മേ? ഞാൻ തെറ്റാണോ ഇപ്പൊ ചെയ്തത് എന്ന് നവീൻ സുമിത്രയോട് അന്വേഷിച്ചു. അത് കേട്ട് സുമിത്ര പറഞ്ഞു, മോനെ നീ ചെയ്തതാ ശരി. അച്ഛന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്ന് സത്യം തന്നെയാണ്. എങ്കിലും ഗാഥമോളുടെ അരികിലേക്ക് മോനൊന്ന് ചെല്ല്, എന്താ മോൾക്ക് പറയാനുള്ളതെന്ന് കേൾക്ക് എന്ന് നിങ്ങൾ കുറച്ചുനേരം സംസാരിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നവീനോട് ഗാഥ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് ചെല്ലുവാനായിട്ട് സുമിത്ര അറിയിക്കുന്നു. ഇതേ സമയം അവിടെ ഗോപാലമാമനും കൃഷ്ണയും കൂടി മറ്റൊരു സ്ഥലത്ത് ലോട്ടറി വിൽക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു. അവിടെ അത്രയും ദൂരത്തേക്ക് പോണോ ഗോപാലേട്ട എന്നതായിരുന്നു സുനന്ദയുടെ ചോദ്യം. എന്തായാലും ഇനി ഇവിടെ വിറ്റ് ലോട്ടറി വിൽക്കാൻ നിന്നാൽ ശരിയാവുകയില്ല എന്ന് ഗോപാലൻ സുനന്ദയോട് അറിയിച്ചു. അപ്പോഴേക്കും അരികിലേക്ക് എത്തിയ തങ്കവും ചോദിച്ചു, അല്ല ഗോപാല, ഇത്രയും ദൂരത്തേക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനധിക ദൂരമൊന്നും അല്ലല്ലോ, നമ്മളിപ്പോ ഇവിടെ തന്നെ ലോട്ടറി വിൽക്കുന്നുവെങ്കിലും ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ ലോട്ടറിയിലേക്ക് ചില ആളുകൾക്ക് ചില വിശ്വാസമുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ആ വിശ്വാസത്തോട് ഉള്ളതുകൊണ്ടാണ് അവര് ലോട്ടറി വന്നെടുക്കുന്നത്. സത്യത്തിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ഒക്കെ അടിക്കണം, എന്നാലേ നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾക്ക് ലോട്ടറി വാങ്ങിക്കാൻ ഒരു താല്പര്യം തോന്നുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു തുക അടിച്ചുവെങ്കിലും അത് നമുക്ക് തന്നെയാണല്ലോ അടിച്ചത്. അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ ലോട്ടറി വാങ്ങിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇനി ഇതിവിടെ ഇങ്ങനെ തുടർന്നാൽ ഒരുപക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇടയ്ക്കുന്ന സ്ഥലം മാറി നിൽക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അവിടെയാണെങ്കിൽ നല്ല സീസൺ ആയതുകൊണ്ട് അവിടെ ഉത്സവവും മറ്റ് കലാപരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ ഇപ്പോൾ സീസൺ സമയമാണ്. അതുകൊണ്ട് അവിടെ ചെന്നാൽ ഇതുപോലെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ലെന്നും ഇപ്പോൾ പോയാൽ വൈകുന്നേരത്തിന് മുൻപ് എല്ലാം വിറ്റ് തീർക്കാൻ കഴിയുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് ഗോപാലൻ അറിയിച്ചു. എന്താ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഗോപാലനോട് തങ്കം സമ്മതിച്ചു. അങ്ങനെ കൃഷ്ണ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരുമ്പോഴേക്കും സുനന്ദ പറഞ്ഞു, മോളെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് എന്ന്. പിന്നെ ഗോപാലൻ ചോദിച്ചു, അതെന്താ സുനന്ദ നീ എന്നോട് പറയാത്തതെന്ന് ചോദിച്ചതും, അതെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞാലേ നിങ്ങൾ അത് വെറുതെ ചെവി കൊണ്ട് കേൾക്കുമെന്ന് മാത്രമേ ഉള്ളൂ, സാധനം മേടിക്കില്ല. ഓ അങ്ങനെയാണെങ്കിൽ നീ അവളോട് തന്നെ പറഞ്ഞു എന്നതായിരുന്നു ഗോപാലന്റെ പരിഭവം. അപ്പോഴേക്കും കൃഷ്ണ പോകാൻ ഇറങ്ങിയിട്ട്, അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ, സുന്ദേശി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും തങ്കത്തിന് വല്ലാത്ത സങ്കടമാണ്. മോളെ ഇത്രയും ദൂരേക്ക് പോണോ എന്ന് ചോദിച്ച് തങ്കം കൃഷ്ണയെ പിടിച്ചു നിർത്തുമ്പോൾ കൃഷ്ണ പറഞ്ഞു, അമ്മേ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞതല്ലേ, അല്ല ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് ജീവിക്കണ്ടമ്മേ എന്നതായിരുന്നു കൃഷ്ണയുടെ ചോദ്യം. അപ്പോഴേക്കും അടുത്ത് നിന്ന് ഗോപാലൻ തങ്കത്തെ ആശ്വസിപ്പിച്ചു. എന്തിനാ തങ്കം ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ഞാനും ഉണ്ടല്ലോ കൂടെ, ഒരു കുഴപ്പവും ഇല്ലെന്നേ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോഴും തങ്കം വല്ലാത്ത സങ്കടത്തോടെ മോളെ തന്നെ നോക്കുകയാണ്. കൃഷ്ണ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉമ്മ തന്നിട്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ, ഓ എന്നാലേ എൻ്റെ നഴ്സറി കുട്ടിക്ക് ഞാൻ തരാവല്ലോ, കണ്ടില്ലേ ഗോപാലമാമ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും സുനന്ദ പറഞ്ഞു, അതെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാൾ വേണ്ടേ മോളെ എന്ന് പറഞ്ഞ് സുനന്ദയും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നു. ഉടനെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് കൃഷ്ണ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോൾ ആ കയ്യിൽ വീണ്ടും ബലമായി പിടിക്കുകയാണ് തങ്കം. മോളെ എന്ന് വിളിച്ച് ആ കയ്യിൽ ബലമായി പിടിക്കുമ്പോഴേക്കും, ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്, ഞാൻ വേഗം പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് ബലമായി തന്റെ കൈ അടർത്തി മാറ്റിയിട്ട് സന്തോഷത്തോടെ അമ്മയുടെ യാത്ര പറഞ്ഞ് കൃഷ്ണയും ഗോപാലനും അവിടെ നിന്ന് പോകുന്നു. തിരിച്ച് അവരിങ്ങനെ പോകുന്ന സമയത്ത്, ഇത്രയും നേരം നമ്മൾ വൈകിയത് കൊണ്ടാണ് നമുക്ക് ഓട്ടോയിൽ പോരേണ്ടി വന്നത് എന്ന് ഗോപാലൻ കൃഷ്ണയോട് പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ച വണ്ടി നമുക്ക് പോയതും അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ഈയിടയ്ക്ക് തങ്കത്തിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എന്താ കാര്യമെന്ന് ഗോപാലൻ അന്വേഷിച്ചു. അപ്പോഴേക്കും തങ്കത്തിന്റെ മനസ്സിലെ ആശങ്ക എന്താണെന്ന് കൃഷ്ണ പറഞ്ഞു. അതിനിടയ്ക്ക് അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടാവുന്നതാണല്ലോ, എന്നെ ചൊല്ലിയുള്ള ടെൻഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യമൊക്കെ കൃഷ്ണ ആ ഓട്ടോയിൽ നിന്ന് ആലോചിക്കുകയാണ്. തന്നെ അരികിൽ കൊണ്ടുവന്ന് കൂടെ കിടത്തിയതും, മോൾ അമ്മയുടെ കൂടെ കിടന്നാൽ മതി, കുറച്ചു ദിവസമായിട്ട് അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്ക, നിനക്കെന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന്, അതുകൊണ്ട് ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് വയ്യ മോളെ എന്ന് പറഞ്ഞ് തങ്കം കഴിഞ്ഞ രാത്രിയിൽ തന്റെ അമ്മയ്ക്കരികിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കിടത്തി ഉറക്കിയ കാര്യവും തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് അമ്മ ഉറങ്ങിയതുമൊക്കെ കൃഷ്ണ ഓർക്കുന്നു. അതിനുശേഷം ഇന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും തന്റെ കൈ വിടാതെ പിടിച്ച് ബലമായി നിർത്തിയതൊക്കെ കൃഷ്ണ ആലോചിച്ച് അങ്ങനെ പതിയെ അങ്ങ് കണ്ണടച്ച് അമ്മയെ തന്നെ ചിന്തിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും എത്തേണ്ട സ്ഥലത്ത് ലോട്ടറി വിൽക്കാൻ തീരുമാനിച്ച സ്ഥലത്തേക്ക് വണ്ടി എത്തി. ഉടനെ ഗോപാലം മോളെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ കണ്ണടച്ചങ്ങിരുന്നാലേ നമ്മൾ എത്തിയ സ്ഥലം പോലും മറന്നുപോകും, അതെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓട്ടോയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നു. ധാരാളം ആളുകളുണ്ടല്ലോ ഗോപാലമാമ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ
ലോട്ടറി വിൽക്കാനായി കൃഷ്ണ തയ്യാറാകുന്നു. അപ്പോഴേക്കും അപ്പുറത്ത് മാറി ഒരു ക്ഷേത്രം കണ്ടതോടെ കൃഷ്ണ പറഞ്ഞു, ഗോപാലമാമ എന്തായാലും ഗോപാലമാമൻ ഇവിടേക്ക് നോക്ക്, ഞാനേ അവിടെ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ വേഗം ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ്. ക്ഷേത്രത്തിൽ തൊഴാനായെത്തിയതും അവിടെ വെച്ച് കൃഷ്ണയെ അപ്രതീക്ഷിതമായി നവീൻ കാണുന്നു. അവിടെ നിന്ന് കൃഷ്ണയെ നവീൻ കണ്ടതും ഗാഥ എന്ന് ഉറക്കെ വിളിച്ചതോടെ ഞെട്ടലോടെ കൃഷ്ണ പിന്തിരിഞ്ഞു നോക്കി. നവീൻ തന്റെ അരികിലേക്ക് പുഞ്ചിരിയോടെ നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ഈ സമയം നവീനെ കാണുവാനായി ആ പരിസരത്ത് കാറിൽ വന്ന് നിൽക്കുകയായിരുന്നു ഗാഥ. എന്നാൽ തന്നെ കാണാതെ നവീൻ കൃഷ്ണക്കരികിലേക്ക് നടന്നു നീങ്ങുന്നത് കണ്ടതോടെ ഗാഥയുടെ മനസ്സിൽ പക ഇരട്ടിയാകുന്നു. ഗാഥ എന്ന് വിളിച്ച് നവീൻ കൃഷ്ണക്കരികിലേക്ക് ചെന്നതും കൃഷ്ണയ്ക്കരികിൽ നിന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും കൃഷ്ണയുടെ കയ്യിലുള്ള പ്രസാദം നവീന്റെ നെറ്റിയിൽ കൃഷ്ണ തൊട്ടുകൊടുക്കുകയും അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഗാഥയുടെ മനസ്സിൽ പക വീണ്ടും വീണ്ടും ആ പകയുടെ ആഴം കൂടുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ താൻ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് നവീൻ അകത്തേക്ക് കയറുമ്പോൾ കൃഷ്ണ പ്രസാദവുമായി വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. കൃഷ്ണ പുറത്തേക്ക് നടന്നു വരുമ്പോൾ പക മനസ്സിൽ അങ്ങനെ ഇരച്ചു നിൽക്കുന്നതിനാൽ പകയാൽ കണ്ണടച്ചു നിൽക്കുന്ന കണ്ണുകൾ അടഞ്ഞുപോയ ഗാഥ ആ നിമിഷം പകയോടെ ഒരു തീരുമാനമെടുത്തു. അവളെ തൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നത്. അങ്ങനെ നടന്നു വരുന്ന കൃഷ്ണയുടെ നേരെ കാർ സ്റ്റാർട്ട് ചെയ്ത് പകയോടെ പാഞ്ഞ് വളരെ വേഗത്തിൽ ഗാഥ ആ വണ്ടി ഡ്രൈവ് ചെയ്ത് നേരെ എത്തുന്നു. അങ്ങനെ കൃഷ്ണയെ ഇടിച്ചു തെറിപ്പിക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് ഗോപാലൻ കാണാനിടയായി. കൃഷ്ണ ആ വണ്ടി ഇടിച്ച് നേരെ തെറിച്ചു നിന്ന് വീണ്ടും രക്തത്തിൽ കുളിച്ച് നിലത്ത് വന്ന് വീഴുമ്പോഴേക്കും കാർ എടുത്തുകൊണ്ട് ഗാഥ അവിടെ നിന്ന് പോകുന്നു. ഈ കാഴ്ച കണ്ട് ഗോപാലൻ അരികിലേക്ക് ഓടിയെത്തുമ്പോൾ നവീൻ ആ കാഴ്ച കണ്ട് ഗാഥ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അരികിലേക്ക് പാഞ്ഞെത്തി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൃഷ്ണയെ കോരിയെടുത്തുകൊണ്ട് നവീൻ വേഗം തന്റെ കാറിൽ കയറുന്നു. ഗോപാലമാമനും കൂടെ പോവുകയും അങ്ങനെ കൃഷ്ണയുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് അവർ പുറപ്പെടുന്നു. ഹോസ്പിറ്റൽ ICUയിലേക്ക് കൃഷ്ണയെ കൊണ്ടുപോകുമ്പോൾ ഗാഥ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവീൻ തന്റെ ഗാഥയ്ക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് ഡോക്ടർമാരോട് ഗാഥയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയാനായുള്ള ആശങ്കയോടെ ഡോക്ടറുടെ വാക്കുകൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ആ ഒരു വാക്ക് കേൾക്കുന്നതിനായി പ്രതീക്ഷയോടെ ആ ICUവിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് നവീൻ.